Majestic Jewelers, Tirur, Gold, Diamonds, Silver and Watches. Celebrating 50 years. റംസാൻ ആത്മപരിശുദ്ധിയുടെയും ആത്മവിമർശനത്തിന്റെയും കാലമെന്ന് അൻവർ മുഹിദ്ദീൻ ഉദവി. റമദാൻ ആത്മവിമർശനം നടത്താനുള്ള മാസമാണ്. കഴിഞ്ഞുപോയ ജീവിതകാലത്ത് ഞാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ച എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടോ? പടച്ചവൻ എന്നോട് വിലക്കി ഇഷ്ടപ്പെടാത്ത സമീപനങ്ങൾ ഞാൻ ആരെങ്കിലുമായി ചെയ്തിട്ടുണ്ടോ? തുടങ്ങി നമ്മുടെ ജീവിതത്തിലുണ്ടായ പാപങ്ങളെ, തെറ്റുകളെ ആത്മവിമർശനത്തോടെ പരിശോധിക്കുവാനുള്ള ഘട്ടമാണിത്. അതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. അത് മാത്രമല്ല, തെറ്റായ കാര്യങ്ങളിലേക്ക് മടങ്ങാതിരിക്കാനുള്ള, ഇനി കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രേരണയും നമുക്കുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളാണ് തഖ്വയുടെ അടിസ്ഥാനം. സൽക്കർമ്മങ്ങൾ അള്ളാഹു വേണ്ടി ചെയ്യാം, തെറ്റായ കാര്യങ്ങൾ പടച്ചോന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ സ്വാഭാവികമായി കേവലം റമദാനിൽ നോമ്പനുഷ്ഠിച്ചവരായാൽ പോരാ. മനസ്സുകൊണ്ട്, കൽബ് കൊണ്ട്, ഹൃദയത്തിന്റെ ഓരോ ഭാഗങ്ങൾ കൊണ്ടും ആ നോമ്പിന്റെ എല്ലാ ആത്മീയമായ അനുഭൂതികളെയും സ്വീകരിച്ചവരാണ്. എങ്ങനെ നോമ്പ് വിജയിക്കുള്ളൂ? എങ്ങനെ റമദാൻ കഴിഞ്ഞു പോകുമ്പോ കണ്ണീരോടുകൂടെ ആ നോമ്പിനെ യാത്രയാക്കി ഇനി ജീവിതകാലം മുഴുവൻ ആ സുഹൃതങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല അതിനുള്ള എല്ലാ പശ്ചാത്തലവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ലത് ചെയ്യാനുള്ള എല്ലാ പശ്ചാത്തലങ്ങളും എന്ന് പറഞ്ഞ എന്താ കാര്യം? മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഭൗതികമായിട്ട് തന്നെ പടച്ചവൻ നിശ്ചയിച്ച പ്രതിഫലനമാണ്. ആ നന്മയുടെ പിറകെ നമുക്ക് മറ്റൊരു നല്ലത് ചെയ്യാൻ കഴിയും. SKSSF പൊന്നാനി ക്ലസ്റ്റർ പുതുവന്നാനി ഇസ്ലാമിക് സെന്ററിൽ ഇബ്നു മസ്ഈദ് മസ്ജിദിൽ സംഘടിപ്പിച്ച ഏകദിന റംസാൻ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലസ്റ്റർ പ്രസിഡന്റ് KVM കഫീൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥ മുദരിസ് CM അഷ്റഫ് മൗലവി, OO കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, C അബ്ദുൽ കരീം അൻവരി, C മുഹമ്മദ് അസ്ലം, PPA ജലീൽ മാസ്റ്റർ, VA ഗഫൂർ പനാനി, CK റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു.